ഓൺലൈൻ സാമ്പത്തിക ഇടപാട് നടത്തുമ്പോൾ സൈബർ തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ബാങ്കുകൾ ഉപഭോക്താക്കൾക്ക് നിർദ്ദേശം നൽകി. അക്കൗണ്ട് ലോഗിൻ ചെയ്യുന്നതിന് ഡബിൾ വെരിഫിക്കേഷൻ സജ്ജമാക്കണം. ഇടപാടുകൾ സുരക്ഷിതമാക്കാൻ ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. വിശ്വസനീയമായ P2P പേയ്മെന്റ് പ്ലാറ്റ്ഫോമുകൾ മാത്രം ഉപയോഗിക്കുക. ഇടപാട് നടത്തുന്നതിന് മുൻപ് സ്വീകരിക്കുന്ന ആളുടെ വിശദാംശങ്ങൾ സ്ഥിരീകരിക്കുക. ഒരു കാരണവശാലും അപരിചിതർക്ക് പണം നൽകരുത്. ശക്തമായ പാസ്വേഡ് ഉപയോഗിച്ച് P2P പേയ്മെന്റ് അക്കൗണ്ട് പരിരക്ഷിക്കുക. അക്കൗണ്ടിലേക്കുള്ള പ്രവേശനത്തിന് ഇരട്ട സ്ഥിരീകരണം ഉറപ്പാക്കുക. അക്കൗണ്ട് പതിവായി നിരീക്ഷിക്കുക. കാർഡിന്റെ പിൻ നമ്പർ, CCV, OTP എന്നിവ ആരുമായി പങ്കിടരുത്. വഞ്ചിക്കപ്പെട്ടാൽ എത്രയും വേഗം ബാങ്കിനെയും പോലീസിനെയും വിവരമറിയിക്കുക. രാജ്യത്തെ HMPV പടരുന്ന സാഹചര്യം നിരീക്ഷിച്ച് കേന്ദ്ര സർക്കാർ. ഇന്നലെ വൈകുന്നേരം വരെ 6 കുട്ടികളിൽ HMPV സ്ഥിരീകരിച്ചതായാണ് റിപ്പോർട്ടുകൾ. ബാംഗ്ലൂരു, ചെന്നൈ, അഹമ്മദാബാദ്, കൊൽക്കത്ത എന്നിവിടങ്ങളിലായാണ് 6 കുട്ടികൾക്ക് രോഗബാധ സ്ഥിരീകരിച്ചത്. രോഗം സ്ഥിരീകരിച്ച ആർക്കും ചൈനയുമായി ബന്ധം സ്ഥിരീകരിച്ചിട്ടില്ല. ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. എങ്കിലും ജാഗ്രതയോടെ മുന്നോട്ടു പോകാനുള്ള നിർദ്ദേശം എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട്. വിമാനയാത്രികർക്ക് കൂടെ കരുതാവുന്ന ഹാൻഡ് ബാഗിന്റെ കാര്യത്തിൽ ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി നിയന്ത്രണങ്ങൾ ശക്തമാക്കുന്നു. മെയ് 2 മുതൽ വിമാനയാത്രികർക്ക് ഒരു ക്യാബിൻ ബാഗോ അല്ലെങ്കിൽ ഹാൻഡ് ബാഗോ മാത്രമേ കൂടെ കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. എയർ ഇന്ത്യ, ഇൻഡിഗോ തുടങ്ങിയ ഇന്ത്യയിലെ പ്രമുഖ വ്യോമയാന കമ്പനികൾ ഇക്കാര്യം വിശദീകരിച്ചുകൊണ്ട് അവരുടെ പോളിസിയിൽ മാറ്റം വരുത്തി തുടങ്ങിയിട്ടുണ്ട്. വിമാനയാത്രികർക്ക് കൂടെ കരുതാവുന്ന ഹാൻഡ് ബാഗിന്റെ കാര്യത്തിൽ ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി നിയന്ത്രണങ്ങൾ ശക്തമാക്കുന്നു. മെയ് 2 മുതൽ വിമാനയാത്രികർക്ക് ഒരു ക്യാബിൻ ബാഗോ അല്ലെങ്കിൽ ഹാൻഡ് ബാഗോ മാത്രമേ കൂടെ കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. എയർ ഇന്ത്യ, ഇൻഡിഗോ തുടങ്ങിയ ഇന്ത്യയിലെ പ്രമുഖ വ്യോമയാന കമ്പനികൾ ഇക്കാര്യം വിശദീകരിച്ചുകൊണ്ട് അവരുടെ പോളിസിയിൽ മാറ്റം വരുത്തി തുടങ്ങിയിട്ടുണ്ട്. വിമാനത്താവളങ്ങളിലെ സുരക്ഷാ പരിശോധനകൾ എളുപ്പത്തിലാക്കുകയും തിരക്ക് കുറയ്ക്കുകയും ലക്ഷ്യമിട്ടാണ് ഈ നടപടി. യാത്രികർക്കും വിമാനത്താവള അധികൃതർക്കും ഇത് സമയലാഭം നൽകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. UAEയിൽ വിദ്വേഷ പ്രസംഗം നടത്തുന്നവർക്ക് കടുത്ത ശിക്ഷ ലഭിക്കുമെന്ന് പബ്ലിക് പ്രോസിക്യൂഷന്റെ മുന്നറിയിപ്പ്. നിയമലംഘകർക്ക് 1 വർഷം തടവോ 5 ലക്ഷം ദിർഹം മുതൽ 10 ലക്ഷം ദിർഹം വരെ പിഴയോ ആയിരിക്കും ശിക്ഷ. മതത്തിനും സംസ്കാരത്തിനുമെതിരെ സമൂഹ മാധ്യമങ്ങളിലും മറ്റും ഇത്തരം പോസ്റ്റുകൾ പാടില്ല. ജോലി ഒഴിവുകളുടെ പരസ്യങ്ങളിലും ജാതിയോ മതമോ ലിംഗമോ പരാമർശിക്കരുതെന്നും ഓർമ്മിപ്പിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 139ാം ജന്മദിനം ജയ് ഹിന്ദ് എന്ന പേരിൽ വിപുലമായ പരിപാടികളോടെ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ചു. ഇൻകാസ് ഷാർജ കമ്മിറ്റി സംഘടിപ്പിച്ച പരിപാടിയിൽ രാവിലെ നടന്ന പഠന ക്യാമ്പ് ഇൻകാസ് UAE വർക്കിംഗ് പ്രസിഡന്റ് TA രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസിന്റെ ചരിത്രവും ഇന്ത്യയുടെ വർത്തമാനവും എന്ന വിഷയത്തിൽ KPCC ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൗക്കത്ത് ക്ലാസ് എടുത്തു.